നമ്മളുടെ ശരീരത്തിനുള്ള ടെൻഡൻ കൊണ്ട് തന്നെ ഒരു ACL ഗ്രാഫ്റ്റ് ഉണ്ടാക്കി അത് വെച്ച് ACL ലിഗമെൻറ്റ് റീകൺസ്ട്രക്ട് ചെയ്യണമെന്നിരിക്കട്ടെ. ഈ ടെൻഡൻ ബോണിലേക്ക് ഫിക്സ് ചെയ്യാനും ഈ ടെൻഡൻ ACLൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒട്ടനവധി സിന്തറ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. പലതരം നൂലുകൾ ഉപയോഗിച്ചാണ് ഈ ടെൻഡനെ തുന്നിയിട്ടാണ് ഈ ഷേപ്പിലാക്കുന്നത്. ബോണിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെയുള്ള സിന്തറ്റിക് ആയിട്ടുള്ള സ്ക്രൂസ്, ബട്ടൺസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു ACL റീകൺസ്ട്രക്ഷൻ സർജറി നാച്ചുറൽ ടെൻഡൻ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ കൂടി അതിനെ ഫിക്സ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആർട്ടിഫിഷ്യൽ സബ്സ്റ്റൻസസ് അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. സിന്തറ്റിക് ഗ്രാഫ്റ്റ് വരുമ്പോൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സിന്തറ്റിക് ഗ്രാഫ്റ്റ് ആ മെറ്റീരിയൽ തന്നെ ടോട്ടലി സിന്തറ്റിക് ആണ്, ഫിക്സേഷൻ മറ്റേതിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ സാധാരണ ഒരു ലിഗമെൻറ്റ് വെക്കുന്നതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ റിസ്ക് ഒക്കെ അതിനും ഉള്ളൂ. ഇതുവരെയുള്ള സ്റ്റഡീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10-20 കൊല്ലത്തെ സ്റ്റഡീസിലൊന്നും തന്നെ ഒരു പെർട്ടിക്കുലർ അലർജിക് റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു റിജക്ഷനോ ടിഷ്യൂ റിയാക്ഷനോ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.